സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നിധിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആ നിധി മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവരും. എന്തായാലും സുഭാഷിന് ഒരു പെണ്ണ് കല്യാണം ആലോചിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ആ വീട്ടുകാർക്ക് തന്നെ. എന്തായാലും മുടങ്ങിയ കല്യാണത്തിന് പകരമായിട്ട് ശാന്തിനിയുടെ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ച അവളുടെ ആ ഒരു സന്തോഷ് ഭായ് അയാളെ സമ്മതിക്കണം എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെയാണ് എല്ലാവരും പറയുന്നുണ്ട്. സുധീഷ് ആദ്യം തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഈ കല്യാണം നല്ല രീതിയിൽ കുറെ ഹിന്ദിക്കാരെ വിളിക്കാം, എല്ലാവരെയും വിളിച്ച് ഹിന്ദി പാട്ടും മലയാളം പാട്ടും അങ്ങനെയായിട്ട് അടിച്ച് പൊളിച്ച് നടത്തണം എന്നൊക്കെ പറയുന്നു. ഉടനെ തന്നെ നമ്മൾക്ക് ഹരീഷിന്റെ കല്യാണം ഒന്ന് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ ഹരീഷിന് നാണം വരുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ആളാ ഇപ്പൊ സുഭാഷേട്ടനെ കല്യാണമായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും സന്തോഷം കണ്ടായിരുന്നില്ലേ? എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യമല്ലേ ചേച്ചി നടന്നിരിക്കുന്നേ, അത് നമുക്ക് സന്തോഷമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ എന്നെ എഴുന്നേറ്റ് മുറ്റമടിക്കാൻ നിധി പോയപ്പോഴത്തേക്കും സുഭാഷ് പറയുക, എന്തായാലും ഇന്ന് ഗായു ഒന്ന് ബസ് സ്റ്റോപ്പിൽ വരുമെന്ന് പറഞ്ഞ് എന്നെ കാണാൻ 2 ദിവസമായിട്ട് എന്നെ കണ്ടില്ലെന്നാ പറഞ്ഞിരിക്കാൻ. എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെന്നറിയാമോ നിധി, ഇന്ന് മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് പോണമെന്നാ. എന്തായാലും ആ കളർ ഡ്രസ്സ് തന്നെയാ ഇന്ന് അവള് ഇട്ടിരിക്കുന്നേന്ന്. അതുകൊണ്ട് ഞങ്ങളിന്ന് മേച്ചായിട്ടാ വരാൻ പോകുന്നത്. അത് കണ്ടിട്ട് നിധിക്ക് അസൂയുള്ളത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ചൂടെടുത്ത് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുക, നീ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഒന്നാതെ ഒരിക്കൽ ഇറങ്ങിപ്പോയതാ, ഇനി നിന്റെ കാര്യത്തിൽ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നാൽ ഞാൻ പോകില്ല വിളിക്കാനൊന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുക, ശരി തന്നെയാ, ഇത്തിരി ഓവർ തന്നെയാ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് സുധീഷ് പറയുക, നിനക്ക് അസൂയുണ്ടെന്ന് എനിക്കറിയാം, നിന്നെ സ്നേഹിച്ചെന്ന് വിചാരിച്ച് നീ പ്രേമിച്ച ഒരു പെണ്ണല്ലേ അവള്. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ മുതല് നിനക്ക് ഇത്തിരി അസൂയ കൂടുതൽ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ സുഭാഷ് കേട്ടുകൊണ്ടെന്ന് പറയുക, എന്തായാലും നിന്നെ പ്രേമിക്കാൻ വന്ന് ആ കുട്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും നിന്നെ പ്രേമിക്കുന്നേ. എന്ത് കാര്യത്തിന്? എന്തെങ്കിലും നേടാൻ കാണും. എന്ത് നേടാൻ കാണും? എന്തായാലും വെറുതെ ഒരു ടൈം പാസിന് ഒരാൾ വേണമല്ലോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. അതിന് നീ പറ്റിയതാന്ന് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിധി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ശരി തന്നെയാ, ബസ് സ്റ്റോപ്പിലുള്ള ഒരു പൈങ്കിളി പ്രേമവും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിധി പറയുന്നുണ്ട്. എന്തായാലും നിധിയും നികേഷകയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് കൂടെ നിങ്ങൾ നടന്നു വരും എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കൂടെ ആരും വരെയെന്ന് വേണ്ട, എനിക്കത് ഇഷ്ടമില്ല. ആ സമയത്ത് ഭാസ്കരൻ പറയുക, എന്തായാലും റോഡിൽ കൂടെ അല്ലേ എല്ലാവർക്കും പോകാമല്ലോ, അവൻ വരട്ട് മോളെ, അതിന് കുഴപ്പം എന്താ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ നിധി പറയുന്നുണ്ട്, വരുന്നതിന് കുഴപ്പമില്ല, ഗായു എന്ന് പറഞ്ഞ അവളെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നത് എനിക്ക് ഇഷ്ടമില്ല. അത് മാത്രമല്ല എനിക്കാ നാണക്കേട് ആ ബസ് സ്റ്റോപ്പിൽ കാണിക്കുന്ന ഓരോ കോപ്രായത്തരങ്ങള്. ഇത് കേട്ട ഉടനെ തന്നെ സുഭാഷ് പറയുക, നീ എല്ലാരും കൊണ്ട് പറയിപ്പിച്ച് നാണം കെടുത്തുവോ? അത് മാത്രമല്ല ഹരീഷിന്റെ വീട്ടിൽ നിന്ന് അറിയാമല്ലോ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ബഹളം വെച്ചത്, ഇനി ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൂടെ ബഹളം വെക്കാൻ വരാതെ ഇരുന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കുഴപ്പമില്ല, അവക്ക് ഇഷ്ടം തന്നെയാ അവളെ വീട്ടുകാരുടെയും, അല്ലാതെ ഒരാൾക്ക് മാത്രം ഇഷ്ടം തോന്നിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് നിധി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ നികേഷ് പറയുക, ഞാൻ ഇറങ്ങാൻ പോവാ, നിങ്ങളൊന്നും എൻ്റെ കൂടെ വരയൊന്നും വേണ്ട എന്നൊക്കെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നീ നിൽക്കുക, ഞാൻ കൂടെ വരണുണ്ട്. വേണ്ട, ഞാൻ ചേച്ചിയായിട്ടാ ഞാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ നിധിയും നികേഷും കൂടെ നടന്നപ്പോഴത്തേക്കും ബേക്കിൽ നിന്ന് ഓടുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ടാ പോകുന്നത്. ആ സമയത്ത് പറയൂ, ഗായു ഞാൻ നടന്ന് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ എത്തും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ ഇന്നും അവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തമ്മിൽ 2 പേരും കൂടെ നികേഷും അതുപോലെ തന്നെ നിധിയുമായിട്ട്. എന്നിട്ട് പറയുക, ഞങ്ങളടുത്തൊന്ന് സംസാരിക്കാൻ വരണ്ട, ദൂരെ നിന്ന് സംസാരിച്ചോളാം, ആൾക്കാര് എന്നെ ശ്രദ്ധിക്കുന്നേ. എന്തായാലും പുറത്ത് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ, എനിക്കാ അതിൻ്റെ നാണക്കേട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, നിധി എന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ ഭർത്താവായിട്ട്, പിന്നെ കുഴപ്പമില്ല. നീ അംഗീകരിക്കുന്ന ആ ദിവസം ഞാനാണെങ്കിൽ ഇതെല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പാകും, അതാ എൻ്റെ ഒരു തീരുമാനം. പക്ഷേ എൻ്റെ അടുത്ത് നീ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആരുടെ ഒന്നും പറയാനില്ല, നിങ്ങളെ ഇഷ്ടം പോലെ എന്തോ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് അവിടെ ഒരു കാറ് വന്ന് കുറെ നേരം കൊണ്ട് തന്നെ ഇവര് മൂന്നുപേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് നികേഷ് പറയുന്നുണ്ട്. എന്തായാലും അതാരായിരിക്കും? പുതിയ ശത്രുക്കളൊന്നും ഇപ്പൊ ആരുമില്ല, പിന്നെ ആരാ ഇത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെയാണ് ആ കാറിനടുത്ത് എത്തിയതും പെട്ടെന്ന് ഒരാൾ ഇറങ്ങി വന്ന് നിധിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ ഞെട്ടി നോക്കുന്നുണ്ട് നിധിയുടെ അച്ഛനായിരുന്നു അത്. എന്തായാലും ഇനി നീ എന്നെ വിട്ട് പോവാൻ പാടില്ല, എനിക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുപോകണം, അത് മാത്രമല്ല അമ്മയും എല്ലാവരും നിന്നെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ വരുന്നില്ല, ഇതേ ദിവസം ഞങ്ങളെ വിട്ട് മാറിയപ്പോഴത്തേക്കും നിനക്ക് ഒരു വിഷമമില്ലാന്ന് എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നേ, നീ ഇവിടുത്തെ നല്ല മരുമകളായിട്ട് നടക്കുവാന്ന്. പക്ഷേ ഒരേ ഒരു കാര്യമുണ്ട്, നീയാണെങ്കിൽ എത്ര പറഞ്ഞാലും ഞങ്ങളെ മോള് തന്നെയാ. നീയാണെങ്കിൽ ഇവന് ഡൈവേഴ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളെ കൂട്ടത്ത് വന്ന് വേറൊരു നല്ലൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആരാ എനിക്ക് കല്യാണാലോചന? ആ സൂര്യയായിരിക്കും. സൂര്യ ഒന്നുമല്ല, ഇപ്പോൾ സൂര്യക്ക് വേണമെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോഴും നിന്നെ കാത്ത അവൻ ഇരിക്കുന്നത്. പക്ഷെ ഇത് വേറൊരു ആലോചനയാ, അത് ഈ സുധീഷിനെക്കാലം കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ ഒരു ഡ്രൈവറായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജോലിയും കൂലിയും ഇല്ലാതെ തേരാപ്പരാ നടക്കുന്ന ഒരാൾക്ക് വേണ്ടി എൻ്റെ മോള് ഇത്രയും കാലം നീ നിന്നില്ലേ, ഇനി അതിൻ്റെ ആവശ്യമില്ല. നീ ആണെങ്കിൽ ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് എനിക്ക് പറ്റിയ ഏത് പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നേ? അത് നിനക്ക് ഇഷ്ടമെന്നാ ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിഷ്ടമെന്നോ? അത് ഏത് പയ്യനാ? നിന്റെ ഓഫീസിലെ ഒരു പയ്യനെ വന്നായിരുന്നു നിന്നെ കല്യാണം ആലോചിച്ച്. പക്ഷെ അന്വേഷിച്ചിടത്തോളം നല്ല പയ്യനാ, എന്തായാലും നല്ല ജോലിയുമുണ്ട്, ഇവനെക്കാളും വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പയ്യനെങ്കിലും നിനക്കിഷ്ടമെങ്കിൽ നമുക്ക് നോക്കാം. ആ പയ്യൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ ഇഷ്ടമെന്നാ. ആ സമയത്ത് സുധീഷ് വിചാരിക്കുന്നുണ്ട്, ഓ അവൻ അവിടെയും പോയി ഇപ്പം കല്യാണം ആലോചിച്ചായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വന്നില്ലേ അവൻ്റെ കാര്യമാണ് പറയുന്നത്. എന്തായാലും അവൻ വെറുതെ വേക്കിന്ന് നടക്കുന്നതാ, എനിക്ക് ഇഷ്ടമല്ല അവനെ, അതിൻ്റെ ഫ്രണ്ടിനെ പോലെ കരുതിയിട്ടുള്ളത്. പക്ഷേ ഈ കല്യാണാലോചനയായിട്ട് വീട്ടിൽ വന്ന കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൻ അങ്ങനെയല്ലോ പറഞ്ഞേ, നിനക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാ നീ പറഞ്ഞു കൊടുത്തേന്നാ പറഞ്ഞേ. അത് മാത്രമല്ല, നിനക്ക് ഇത്രയും പേരുള്ള സഹോദരങ്ങളൊക്കെ എന്നാ നീ പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്നാ പറഞ്ഞേ. നീ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് അവനെ ഇഷ്ടമെന്നല്ലേ? അതുകൊണ്ട് അവനെ തന്നെ കല്യാണം കഴിക്കുക, സൂര്യനെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ആരും കല്യാണം നോക്കണ്ട, അവനെ ഞാൻ കാണട്ടെ, വെച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ വീട് തിരക്കി അങ്ങ് വരെ പോയിരിക്കുക. ആ സമയത്ത് നികേഷും അതുപോലെ സുധീഷും പറയുന്നുണ്ട്, ഓരോ പ്രശ്നങ്ങള് തീരും തോറും ഓരോന്ന് വരുന്നല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും നിധിയുടെ കൂടെ ജോലി ചെയ്യുന്ന അവൻ വീട് അന്വേഷിച്ചു വരെ അങ്ങോട്ട് പോയില്ലേ, എന്തായാലും അവനെ സമ്മതിക്കണം. അത് കാരണം ഇപ്പൊ വീണ്ടും നിധിയുടെ അച്ഛൻ ഇന്ന് ഇവിടെ വരാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എനിക്കും ഒരു സമാധാനമില്ല ഇതിന്റെ കാര്യത്തെക്കുറിച്ച്. അവന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊരു ശല്യമായി തീർന്നിരിക്കുക ഓഫീസിൽ. അത് നിധി ഇനി പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ സുധീഷ് പറഞ്ഞുകൊണ്ട്